അതിഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ വകയായിട്ടുള്ള പല വസ്തുക്കളും, വിലപിടിപ്പുള്ള പല വസ്തുക്കളും പുറത്തു കൊണ്ടുവന്ന് ലക്ഷക്കണക്കിനുള്ള വിശ്വാസികളെ മുതലെടുത്തുകൊണ്ട് ചില വ്യവസായങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊയ്യുന്ന ചില നിഗൂഢമായ മനുഷ്യർ വലിയ രീതിയിലാണ് ശബരിമലയിൽ ഈ പറയുന്ന ക്രമക്കേടുകൾ അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന് തന്നെ പറയാം, അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒന്നും ഉരിയാടാനില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയിട്ടില്ല. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് MP KC വേണുഗോപാൽ. അദ്ദേഹം പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, അയ്യപ്പൻ്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കാൻ. അയ്യപ്പൻ്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ദേവസ്വത്തിൻ്റെ വിജിലൻസ് അന്വേഷണം ഫലപ്രദമായിട്ടില്ല എന്നും ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി, അതായത് ഇപ്പോൾ KTSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിട്ടയർഡ് ജഡ്ജായിട്ടുള്ള KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹൈക്കോടതി അന്വേഷണമാണ് ഇതിന് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ശബരിമലയിലെ സ്വത്തുക്കളെക്കുറിച്ച് അടിയന്തരമായി ഒരു സമഗ്രമായിട്ടുള്ള ഓഡിറ്റ് നടത്തേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്താണെന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ ചോദിച്ചു. യുവതീ പ്രവേശന വിഷയത്തിൽ ധൃതി പിടിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ചില തീരുമാനങ്ങൾ. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം എന്തൊക്കെയോ വിചിത്രങ്ങളായ കാരണങ്ങൾ കൊണ്ട് നിശബ്ദനായി തുടരുകയാണ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അയ്യപ്പൻ്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കാൻ, ഇതുപോലുള്ള അയ്യപ്പ സമ്മേളനങ്ങൾ നടത്താൻ, NRI അയ്യപ്പ സമ്മേളനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി വായ തുറന്നേ മതിയാകൂ എന്ന് വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2019 കൊണ്ടുപോയ സ്വർണ്ണത്തിൽ 4 കിലോ കുറവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് മോഷണം തന്നെയാണ്, മോഷണമല്ലാതെ മറ്റെന്താണിത്? അന്ന് സ്വർണം കൊണ്ടുപോയ ആരോപണ വിധേയനായിട്ടുള്ള അതേ ആൾക്ക് തന്നെ വീണ്ടും ഇതിൽ ഉത്തരവാദിത്വം നൽകിയത് നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല. നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. സർക്കാരിൻ്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് വേണുഗോപാലിൻ്റെ നിരീക്ഷണം. ശബരിമലയിലെ സ്വർണം, പണം തുടങ്ങിയ എല്ലാ സ്വത്തുക്കളെക്കുറിച്ചും അടിയന്തരമായിട്ടുള്ള ഒരു സമഗ്രമായ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാക്കുകയും സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യണം. ഭക്തർ സംഭാവന നൽകുന്ന ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സർക്കാരിനെ നേരായ സർക്കാർ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ക്രമക്കേടുകൾ ഒരിക്കലും കേരള ജനതയ്ക്ക് പൊറുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസി സമൂഹത്തിന് പൊറുക്കാൻ കഴിയുന്നതല്ല. നന്നാക്കാൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക്ക് പകരം തിരികെ നൽകിയത് ചെമ്പുപാളി എന്ന ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 2000-ൽ സ്വർണ്ണപ്പാളിയായിരുന്നത് എങ്ങനെയാണ് ചെമ്പുപാളിയായി എന്ന് മാറിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് സ്വർണ്ണപ്പാളി നന്നാക്കാൻ പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനമെടുത്തത് ആരാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ ഇത് ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ വിശ്വാസ യോഗ്യത, പശ്ചാത്തലം അതെന്താണ് എന്നതും ഇപ്പോഴും വ്യക്തമല്ല. ഇദ്ദേഹം പലയിടത്തും പൂജ നടത്തി പണം വാങ്ങി എന്നൊക്കെ ഉള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിന് പകരം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണോ സർക്കാർ കൂട്ടുനിൽക്കുന്നത് എന്നും KC വേണുഗോപാലിൻ്റെ കടുത്ത വിമർശനം വരുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഇതിന് കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നു. നെയ്ത്തേങ്ങ ഇടപാട് പോലുള്ള മറ്റ് വിഷയങ്ങളിലും ക്രമക്കേട് നടന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഉള്ള സ്വത്തിൽ 4 കിലോ കുറഞ്ഞു എന്നതാണ് മോഷണം എന്ന് പറയുന്നത്. ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ്. ശബരിമലയിലെ പ്രധാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ആരാണ് അയാൾ എന്നത് കൂടെ നോക്കണം.
റിയൽ എസ്റ്റേറ്റ് ബിനാമി ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്കിടയിലെ പാലമായിട്ട്, അതായത് ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരുണ്ടല്ലോ, അവരുടെ ഈ അയ്യപ്പ ഭക്തർക്കിടയിലെ പാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ബാംഗ്ലൂര് ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് തട്ടിപ്പിന് ഇരയായത് എന്നാണ് സൂചന. തിരുവനന്തപുരം കിളിമാനൂർ സമീപത്ത് പുള്ളിമാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്നത്. ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി അദ്ദേഹം കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിയുടെ സഹായിയായിട്ടും പോയി. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു. ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയത്. ബാംഗ്ലൂരിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷം ശബരിമലയിലേക്ക് എത്തുന്നു. ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ശബരിമല തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പിന്നീട് ശ്രമിച്ചു. ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തൻ്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സമർത്ഥമായി ഉപയോഗിച്ചു. ശബരിമലയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായിട്ട് അദ്ദേഹം പിന്നീട് മാറുകയായിരുന്നു. സന്നിധാനത്ത് അയാൾ നിത്യ സന്ദർശകനായിട്ട് മാറി. ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ അവിടെ ഒരു തീരുമാനവും എടുക്കില്ല എന്നുവരെയുള്ള സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങളെത്തി. ശബരിമലയിലെ സ്വാധീനത്തിനിടയിലാണ് അദ്ദേഹം പിന്നീട് റിയൽ എസ്റ്റേറ്റിലേക്കും തിരിയുന്നത്. ബിസിനസ്സിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും ഇദ്ദേഹം തിരിയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനെ പറ്റി യാതൊരു സംശയവും ശബരിമലയിലെ ദേവസ്വം ബോർഡിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് തന്നെ ധനികനായി മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ശബരിമലയിലെ സ്പോൺസറായിട്ടും ഉണ്ണികൃഷ്ണൻ മാറുകയായിരുന്നു. തിരുവനന്തപുരത്തടക്കം അദ്ദേഹത്തിന് ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ആദ്യകാലത്ത് നാട്ടിൽ CPM അനുഭാവിയായിരുന്നു. എന്നാൽ ഇദ്ദേഹം കർണാടകയിൽ ചെന്നപ്പോൾ BJP അനുഭാവിയായിട്ട് മാറി. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാംഗ്ലൂരിലേക്ക് പോയ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് കണ്ട് നാട്ടുകാരടക്കം ഞെട്ടി. ആദ്യകാലത്തെ ഉണ്ണിയിൽ നിന്ന് ഇദ്ദേഹം പിന്നീട് ഒരുപാട് മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവിടെ പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാത്ത് പുറത്ത് മാധ്യമങ്ങൾ നിൽപ്പുണ്ട്. ഭക്തർക്ക് ചോദിക്കാനുള്ള, വിശ്വാസ സമൂഹത്തിന് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ട്. പക്ഷേ അയാൾക്ക് എന്താണ് പറയാനുള്ളത്? അയാൾക്കൊന്നും പറയാനില്ല. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജനങ്ങളിലേക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹം കൈകെട്ടി പല്ലും നഖവും കൊണ്ട് മാധ്യമങ്ങളെ എതിർക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവരോട് ഒരക്ഷരം പോലും സംസാരിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകാതെ ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും ജനങ്ങളോട്, ഭക്തരോട് ഇയാൾ മറുപടി പറയേണ്ടത് അനിവാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വർണം കട്ടെടുത്ത് സംബന്ധിച്ച് എല്ലാ തെളിവുകളും പുറത്തു വന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ചെമ്പുപാളികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന കമ്പനിയുടെ തന്നെ, അതായത് ഈ സ്വർണം പൂശുന്ന ഗോൾഡ് ഇത് ചെയ്യുന്ന കമ്പനിയുടെ തന്നെ പ്രസ്താവന പുറത്തു വരുമ്പോൾ ആ സ്വർണം എങ്ങോട്ട് പോയി എന്നത് കൂടെ ഒരു ചോദ്യമാണ്. സ്വർണം ഇവിടെ വച്ച് തന്നെ അടിച്ചു മാറ്റി എന്ന് ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചോ, അതോ സ്വർണം അവിടെ കൊണ്ടുപോയി അതിനുശേഷം ചെമ്പുപാളികളാക്കി തിരിച്ചയച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിനു ശേഷം 40 ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിച്ചു എന്ന ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അത്രയും ദിവസം സ്വർണ്ണപ്പാളികൾ എവിടെയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലുള്ള ചെമ്പ് മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇത്രയും ദിവസം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചത്? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രമേ ശബരിമലയിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ്. സ്വർണ്ണഭൂഷണമെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ ഈ നിയമങ്ങളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇതിന് കൃത്യമായി പങ്കില്ലാതെ ഇതെങ്ങനെ നടക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള VD സതീശൻ ചോദിക്കുന്നത്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്നും സംരക്ഷിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നും ഈ ശബരിമലയിൽ നിന്നും ഇവർക്ക് എന്തൊക്കെ അടിച്ചുമാറ്റി എന്നത് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. കളവ് നടന്നിട്ടുണ്ടെന്നും സുതാര്യതയില്ല എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ചെമ്പിൽ നിന്നും സ്വർണം എടുത്തു മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് പൂശൽ നടത്തിയിട്ടുള്ളത്. ആവശ്യമുള്ളപ്പോൾ സ്വർണം അടിച്ചു മാറ്റാൻ സാധിക്കുന്ന പ്ലാനിംഗ് അനുസരിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്നിട്ടും ഇയാളെ ഇത്രയും കാലം ആരാണ് സംരക്ഷിച്ചത് എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് മൂടിവെക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരണം എന്ന് വി ഡി സതീശൻ പറഞ്ഞു. അടിയന്തരമായി സ്വർണം കവർന്ന ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തി കേസെടുത്ത് അന്വേഷണം തുടരേണ്ട സമയം അതിക്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമാണെന്നും ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് എന്നും വളരെ ഗൗരവമായിട്ടുള്ള ഇത് വളരെ ഗൗരവമായിട്ട് കേരളം കാണേണ്ട ഒരു വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടനിലക്കാരൻ നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ട്. ഈ ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ചെയ്യാൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെച്ച് പോകേണ്ടതാണെന്നും സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ദേവസ്വം പ്രസിഡന്റ് 2019 മുതൽ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. 40 വർഷം വാറണ്ടിയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി 2019 എന്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി എന്നതാണ് ചോദ്യം. സ്വർണ്ണ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് 30 വർഷത്തെ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇതിന് പങ്കുണ്ട്. സ്വർണം പോയെന്നറിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരും അതിന് കൂട്ടുനിന്നു. അയ്യപ്പൻ്റെ കിലോ കണക്കിന് സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുള്ളത്. സത്യസന്ധരായിട്ടുള്ള ജി സുധാകരൻ്റെയും നന്ദഗോപൻ്റെയും പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എവിടെയാണ് കള്ളന്മാർ ഉള്ളതെന്നും. 2019 മുതൽ 2025 വരെ നടത്തിയ ഇടപാടുകൾ നോക്കിയാൽ അവിടെ തന്നെയാണ് കള്ളന്മാർ ഉള്ളത് എന്ന് മനസ്സിലാകും. വീണ്ടും സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും കൊണ്ടുപോവുകയാണ്. ഇവർ ഇരിക്കുന്ന കാലത്തോളം അയ്യപ്പ വിഗ്രഹത്തിന് തന്നെ പ്രത്യേക സുരക്ഷ നൽകേണ്ട സമയമാണ് എന്നാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സമ്മേളനം നടത്തി വിശ്വാസി സമൂഹത്തിനെ കയ്യിലെടുക്കാൻ നോക്കിയ പിണറായി സർക്കാരിന് അയ്യപ്പൻ തന്നെ കൊടുത്ത ഒരു പണിയാണ് ഈ പറയുന്ന ഹൈക്കോടതി നിരീക്ഷണം, ഈ പറയുന്ന ഹൈക്കോടതി അന്വേഷണം എന്ന് പറയാതിരിക്കാനാകില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.